ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ശബരിമല സ്വർണ്ണക്കൊള്ള ജയിലിൽ കഴിയുന്ന തന്ത്രിക്ക് വീണ്ടും തിരിച്ചടി. രണ്ടാം കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രണ്ടാം കേസിലും തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലെത്തി SIT അറസ്റ്റ് രേഖപ്പെടുത്തി. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുന്നതിനിടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. കട്ടിളപ്പാളി കേസിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ അതേ കുറ്റങ്ങൾ ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നിലവിൽ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ കഴിയുന്ന തന്ത്രിയെ ഈ കേസിലും പ്രതി ചേർക്കുവാൻ കോടതി അനുമതി നൽകി. നിലവിൽ കട്ടിളപ്പാളി കടത്തിയ കേസിൽ തന്ത്രി ജയിലിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതിന് സമാനമായ കേസല്ല മുകേഷിന്റേത്. PP ദിവ്യ കണ്ണൂരിൽ പ്രവർത്തനം തുടരും. PK ശ്രീമതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റേതിന് സമാനമായ കേസല്ല മുകേഷിന്റെ കേസെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷ PK ശ്രീമതി. തെറ്റായ കാര്യങ്ങൾ നടന്നാൽ തെറ്റാണെന്നും അന്നും ഇന്നും പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ വസ്തുവായി കാണുന്ന മനോഭാവം പലർക്കുമുണ്ട്. അത് അനുവദിക്കുവാനാകില്ല. മഹിളാ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്നും PP ദിവ്യയെ ഒഴിവാക്കിയതല്ലെന്നും ചുമതല ഒഴിയണമെന്ന് ദിവ്യ ആവശ്യപ്പെടുകയായിരുന്നുവെന്നും PK ശ്രീമതി പറഞ്ഞു. ദിവ്യ കണ്ണൂരിൽ പ്രവർത്തനം തുടരുമെന്നും PK ശ്രീമതി പറഞ്ഞു. പോലീസിനെ വധിക്കുവാൻ ശ്രമിച്ച കേസ് VK നിഷാദിന്റെ പരോൾ വീണ്ടും നീട്ടി. സർക്കാർ നേരിട്ടിടപെട്ട് പരോൾ നീട്ടി. പയ്യന്നൂരിലെ നഗരസഭാ കൌൺസിലറായി വിജയിച്ച VK നിഷാദിന്റെ പരോൾ വീണ്ടും നീട്ടി. 15 ദിവസത്തേക്കാണ് പരോൾ നീട്ടിയത്. ഈ മാസം 26 വരെയാണ് പരോൾ. സർക്കാർ നേരിട്ടാണ് പരോൾ നീട്ടി നൽകിയത്. അച്ഛന്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയാണ് പരോൾ. പോലീസിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിൽ കഴിഞ്ഞ മാസം 25-നാണ് നിഷാദിനെ 20 വർഷം തടവിന് ശിക്ഷിച്ചത്. പയ്യന്നൂർ നഗരസഭയിലേക്ക് ജയിലിൽ കിടന്ന് മത്സരിച്ച് ജയിച്ച നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. ഷുക്കൂർ വധക്കേസുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ പോലീസിനെ വധിക്കുവാൻ ശ്രമിച്ച കേസിലായിരുന്നു നിഷാദ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്നും PP ദിവ്യയെ ഒഴിവാക്കുവാൻ CPIM സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹിത്വത്തിൽ നിന്നും PP ദിവ്യയെ ഒഴിവാക്കി. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് മാറ്റിയത്. ഭാരവാഹിത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് CPIM സംസ്ഥാന നേതൃത്വം മഹിളാ അസോസിയേഷൻ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ജില്ലാ കമ്മിറ്റി അംഗത്വത്തിൽ നിന്നും ഇരിണാവ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് CPIM നേരത്തെ തരം താഴ്ത്തിയിരുന്നു. ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായതിന് പിന്നാലെ ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റിയിരുന്നു. CS സുജാത ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയാവും. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും സൂസൻ കോടിയെ നീക്കി. KS സലീഖ പുതിയ സംസ്ഥാന പ്രസിഡന്റാകും. 3 തവണ പ്രസിഡന്റായതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്ന് വിശദീകരണം. CPM സംസ്ഥാന സമിതിയിൽ നിന്നും സൂസൻ കോടിയെ ഒഴിവാക്കിയിരുന്നു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പേരിലായിരുന്നു നടപടി. കോൺഗ്രസിൽ ചവിട്ടും കുത്തുമേറ്റ് വരുന്നവർ വഴിയാധാരമാകില്ല. പരസ്യമായി നിലപാട് പറഞ്ഞാൽ CPIM ആലോചിക്കും. P മോഹനൻ. കോൺഗ്രസിൽ ചവിട്ടും കുത്തുമേറ്റ് പുറത്തുവരുന്നവർ വഴിയാധാരമാകില്ലെന്ന് CPIM നേതാവ് P മോഹനൻ. പരസ്യമായി നിലപാട് പറഞ്ഞാൽ CPIM ആലോചിക്കും. കോഴിക്കോട് കോർപ്പറേഷൻ BJP കോൺഗ്രസ് വോട്ട് കൈമാറ്റം നടന്നു. സംവാദത്തിന് CPIM തയ്യാർ. സംവാദത്തിന് കോൺഗ്രസ് തയ്യാറുണ്ടോ എന്ന് P മോഹനൻ ചോദിച്ചു. ഓഞ്ചിയം പഞ്ചായത്തിൽ BJP വോട്ട് UDFന് മറിച്ചത് വ്യക്തമാണ്. വോട്ട് കൈമാറ്റം ഒരു തുറന്ന സംവാദത്തിന് UDF BJP പാർട്ടികൾ തയ്യാറുണ്ടോ എന്നും P മോഹനൻ ചോദിച്ചു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മരട് അനീഷിനെ കസ്റ്റഡിയിലെടുക്കുവാൻ തമിഴ്നാട് പോലീസ് കൊച്ചിയിൽ. മരട് അനീഷിനെ കസ്റ്റഡിയിലെടുക്കുവാൻ തമിഴ്നാട് പോലീസ് കൊച്ചിയിലെത്തി. സ്വർണ്ണ കവർച്ച കേസിൽ ഒളിവിലാണ് അനീഷ്. തമിഴ്നാട് ചാവടി പോലീസാണ് സെൻട്രൽ സ്റ്റേഷനിൽ എത്തിയത്. ഇന്നലെ രാവിലെയാണ് അനീഷിനെ മുളവുകാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ അനീഷിന് സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഒരു വാറണ്ടുണ്ട്. അനീഷിനെ കോടതിയിൽ ഹാജരാക്കും. അനീഷ് കരുതൽ തടങ്കലിലാണുള്ളതെന്നും ഏതെങ്കിലും കേസിൽ ഇയാൾക്കെതിരെ വാറണ്ടുണ്ടോ എന്നത് പരിശോധിച്ചു വരികയാണെന്നും വിവരമുണ്ട്. കേരളത്തിൽ മാത്രം 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരട് അനീഷ്. തമിഴ്നാട്ടിലും സ്വർണ്ണ കവർച്ച അടക്കമുള്ള കേസുകളുണ്ട്. അടുത്തിടെ തമിഴ്നാട് പോലീസ് അനീഷിനെ അന്വേഷിച്ചെത്തിയിരുന്നു. മമത സർക്കാരിന് തിരിച്ചടി. ഐപാക് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡിക്കെതിരെ പോലീസ് എടുത്ത കേസ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി. ബംഗാളിൽ ഐപാക്കിനെതിരായ അന്വേഷണം
തടസ്സപ്പെടുത്തിയതിന് എതിരെ ഇഡി നൽകിയ ഹർജിയിൽ മമത സർക്കാരിന് തിരിച്ചടി. ഇഡിക്കെതിരെ ബംഗാൾ പോലീസ് എടുത്ത കേസ് നടപടികൾ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. ഐപാക് പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ നഷ്ടപ്പെടരുതെന്നും ഡിജിറ്റൽ ഡിവൈസുകൾ സംരക്ഷിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് കോടതി. കേസ് അടുത്ത മാസം 3 വീണ്ടും പരിഗണിക്കും. ഐപാക്കിനെതിരായ അന്വേഷണം ബംഗാൾ സർക്കാർ തടസ്സപ്പെടുത്തിയെന്ന ഇഡിയുടെ ഹർജി കോടതി പരിശോധിക്കേണ്ട വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഗുരുതര കുറ്റകൃത്യങ്ങൾക്കെതിരെയുള്ള അന്വേഷണ ഏജൻസികളുടെ സത്യസന്ധമായ നടപടി നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും നിയന്ത്രണം ഏർപ്പെടുത്തുവാൻ കഴിയുമോ എന്ന വിഷയം പരിശോധിക്കേണ്ടതാണെന്നും സുപ്രീംകോടതി പറഞ്ഞു. കേസിൽ ബംഗാൾ സർക്കാരിനും ഡിജിപിക്കും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർക്കും സുപ്രീംകോടതി നോട്ടീസ് നൽകി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി സമർപ്പിക്കുവാനാണ് നിർദ്ദേശം. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.